അങ്ങനെ ഒരു ചിങ്ങപ്പുഴുക്കലരിയും കൂടി വന്നെത്തി. ചിങ്ങപ്പുഴുക്കലരിയോ? ചിങ്ങപ്പുലരിന്നാണോ ഉദ്ദേശിച്ചത്? ഭഗവാനെ ഇപ്പം കൊഴിഞ്ഞാനാ. എന്താ പറ്റി? നീ എന്തിനാ തേങ്ങുന്നേ? 8-9 വർഷമായി വീട്ടിൽ നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നു. ഈ വീടിന്റെ അങ്ങേയറ്റത്തെ മുറിക്കകത്ത് ചുണ്ടലി കൂട് വെച്ചിരിക്കുന്നത് പോലൊരു കൊച്ചു മുറിയിൽ ഞാനും എന്റെ പവിയേട്ടനും. അസത്യവാ. ചുണ്ടലി കൂട് വെച്ചേക്കുന്നത് പോലെ. എന്നിട്ട് തനി ചുണ്ടലിയുടെ സ്വഭാവം. എന്റെ കണ്ണ് തപ്പിക്കഴിഞ്ഞാൽ അന്നേരം തേങ്ങയും പച്ചക്കറിയും ഉള്ള സാധനങ്ങളെല്ലാം ഇവിടെ കട്ടെടുത്തോണ്ട് പോകും. നീ കൂടുതൽ ഇടന്ന് അങ്ങനെ നെഹളിക്കൊന്നും വേണ്ട. എനിക്കറിയാം നീ കട്ടെടുത്തോണ്ട് പോകുന്ന കാര്യമൊക്കെ. നമ്മളൊന്നും ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇല്ല. എനിക്ക് പിന്നെ സങ്കടാവൂല. ഞാനും എന്റെ പവിച്ചേട്ടന് മാത്രമേ ഉള്ളൂ ആ വീട്ടിൽ ഒറ്റയ്ക്ക്. പിന്നെ എപ്പോഴും വല്ലപ്പോഴേക്കോ വരുന്ന ഒരു ബംഗാളി. രേണുകേ, അത് നീ പറഞ്ഞ എനിക്ക് ഫീലായി. എടി, എപ്പോഴെങ്കിലും ഞാൻ നിന്നെ ഒരു വാടകക്കാരിയായിട്ട് കണ്ടിട്ടുണ്ടോ രേണുകേ? മാസം വാടകയ്ക്ക് വരുമ്പോ മാത്രം കണ്ടിട്ടുണ്ട്. അതെല്ലാരും അങ്ങനെ തന്നെ. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് വിട്. ഇന്ന് നല്ലൊരു ഓണമാണ്. നല്ലോണം അല്ലല്ലോ, പൊന്നോണം അല്ലേ? അല്ല, ഞാൻ പറഞ്ഞതേ, എടുത്ത സാധനം അവിടെ തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ടേ. അതെനിക്ക് മനസ്സിലായി. ഈ ഓണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്തുവാന്ന് പറയാവോ? എന്തോന്ന്? മാവേലി തമ്പുരാൻ 3 ഫോൾഡ് കുടയും പിടിച്ചോട്ടാണോ വരുന്നത്? വരുന്നില്ലേ? ഇമാതിരി ചളിക്കാൻ വരത്തില്ല. എടി, അതല്ല പറഞ്ഞേ. നിനക്കറിയാവല്ലോ, എന്റെ ദുർഗേട്ടൻ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു എഞ്ചിനീയർ ആണ്. എപ്പൊ കണ്ട നേരവും തിരക്ക്. ഈ ഓണമായിട്ടും വീട്ടിൽ നിൽക്കാൻ സമയമില്ലെന്ന്. ഞാൻ വിളിക്കുമ്പോ ബിൽഡിങ്ങിന്റെ പണി, പാലത്തിന്റെ പണി, റോഡ് പണി, തോട് പണി, ഇതെല്ലാം എഞ്ചിനീയറായുള്ള എന്റെ ചേട്ടൻ വേണം വരയ്ക്കാൻ. നിങ്ങളെ ചേട്ടൻ വരയ്ക്കുന്നതല്ലേ ഉള്ളൂ. ഇതൊക്കെ കെട്ടിപ്പോക്കുന്നത് മേശരിയായ എന്റെ ഭർത്താവ് പവിച്ചേട്ടനല്ലേ? നീ കൂടുതലും സംസാരിക്കാതെ അത്തവിട്. അത്തപ്പൂവേ ചിത്തിരപ്പൂവേ എത്ര നാളോ. അയ്യോ, പവിയേട്ടൻ വന്ന്. അയ്യോ, എന്തുവാ? ഒരു നല്ലൊരു തിരുവോണമായിട്ട് നിങ്ങൾ ഇന്നും പണിക്ക് പോകുന്ന മനുഷ്യ? പണിക്ക് പോയതല്ല, പിന്നെ ഇന്നലെ പണിഞ്ഞിടത്തൊന്ന് സാധനം എടുക്കാൻ വേണ്ടി പോയതാ. മറന്നുപോയായിരുന്നോ? മറന്നു പോയതല്ല, ഞാൻ ഇന്നലെ പണിഞ്ഞ മതിൽ മറിഞ്ഞു വീഴാതിരിക്കാൻ ഇത് ഒത കൊടുത്തിട്ട് വന്നതാ. അവിടെ മതിലൊന്നും കാണാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പവിത്രോ, ഹാപ്പി ഓണം. ഓണം. അതെ, ഇതുപോലെ ചെയ്തു തരാമോ? ഇതുപോലെ ചെയ്തല്ലോ. അയ്യോ, അതല്ലെന്ന്. അതായത് ഏതാണ്ട് ഈ ഓണത്തപ്പനെ എടുത്ത് നല്ലപോലെ ഒന്ന് വെച്ച് ഈ അത്തപ്പൂ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് തരാമോന്നാ രേണുക ചോദിച്ചത്. ശരിയാവുന്നു, നമ്മൾ നേരെ നോക്കിയതാ. രേണുവേ, 2 ചട്ടിക്ക് ആ ജമന്തി, 2 ചട്ടിക്ക് ഈ ജമന്തി കൂടെ മിക്സ് ചെയ്തിട്ടോ. അതെ, ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തോ കാണിക്കുമോ ഇത്? അതെ, ഇത് ലെവൽ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുട്ടിയിട്ട് പെയിന്റ് അടിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അങ്ങനെ ലെവലായിട്ട് ഈ സാധനം ചെയ്യണമെന്ന്. ഇത് നല്ലപോലെ ഒന്ന് വെച്ചാൽ മതി. ആ ഓണത്തപ്പനെ എടുത്ത് നടുക്കോട്ടൊന്ന് വെക്കണം, അത് മാത്രമേ ഉള്ളൂ. കുറെ നേരമായിട്ട് ഞങ്ങൾ എന്നോട് നോക്കിയിട്ട് പറ്റുന്നില്ലത്. ഇത് വെക്കാനും കേട്ടോ. ഇത് 2 പേരും കൂടി എന്താ കാണിക്കുക? ഇത് ഇതെങ്ങനെ ഇരിക്കും? അങ്ങനല്ലെന്നത് ഏണ്ടിരുന്നു ഇങ്ങനെ കറക്റ്റ് ലെവലാണോ നോക്കി? കറക്റ്റ് ലെവലായത്. നല്ല മേശരിയാ നീ കേട്ടോ. മോളെ ഇനി എനിക്കത് നമ്മുടെ മുറിയിലോട്ട് പോവാ. എന്തിനു? എന്താ കാണിക്കും? എന്റെ മേലും കൂടെ പേരിക്കുന്നത്. എപ്പോ അങ്ങോട്ട് കാണാൻ പോണേ? പരിസരം നോക്കണേ. അതല്ലെന്ന്, ഉപ്പേരി പാക്കറ്റ് ഒന്ന് പൊട്ടിച്ചതാ. ഉപ്പേരി പാക്കറ്റ് വന്നിട്ട് ഉപ്പേരി പാക്കറ്റ് പൊട്ടിച്ച് നമുക്ക് മറ്റേ ഭരണിക്കത്ര നിറച്ചടാ. അപ്പൊ നിങ്ങൾ തിരുവോണാറ്റ് വെള്ളമടിക്കാനുള്ള പരിപാടിയാണോ? ഇല്ല. തിരുവോണാറ്റ് വെള്ളമടിക്കാൻ പരിപാടിയാണോ? നിങ്ങൾ വെള്ളമടിക്കോ? ഇന്ന് വെള്ളമടിക്കോ? ഇന്ന് വെള്ളമടിക്കോ? വെള്ളമടിക്കോ? സത്യമായിട്ടും എന്റെ രേണുകാണ് സത്യം. ഞാൻ ഈ ഓണത്തിന് തിരുവോണത്തിന് വെള്ളം അടിക്കത്തില്ല ചക്കരപ്പഞ്ഞാണ്ടിയെ. അങ്ങനെയാണെങ്കിൽ എന്റെ തബലയെ തൊട്ട് സത്യം ചെയ്യും. തബലല്ലോ? തലയില് സത്യമായിട്ടും ഈ തിരുവോണത്തിന് ഞാൻ വെള്ളം അടിക്കത്തില്ല. സത്യം. കുടിക്കത്തില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ഇതുപോലെ 2 വാടകക്കാരെ ഒരു കുടുംബമാ, ഭാര്യയും ഭർത്താവും ഒക്കെ. ശല്യം എന്ന് പറഞ്ഞാ ശല്യം. ഹലോ, സാറേ, അല്ല തിരുവോണം അല്ലേ? അപ്പൊ ഇപ്പൊ എത്ര പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ 2-3 വർഷം ഓണത്തിനൊക്കെ വീട്ടിൽ നിന്നിട്ട്. സാറേ കൊച്ചിയിലുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് പോരെ. വീട്ടിലോട്ട് വന്നാൽ നമുക്ക് കൂടി സംസാരിക്കാം. സദ്യ കഴിച്ചിട്ട് പോവാം. ഓ ശരി. എന്തുവാ ചേട്ടാ ഇത്? തിരുവോണമായിട്ട് മോഹം തുമ്മെന്ന് പറഞ്ഞു
പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു ഐശ്വര്യം ഇല്ലല്ലോ, എന്തുമാ എങ്ങനെ ഇരിക്കായിരിക്കും? എന്നെ ആർക്കെ വിളിച്ചു? എന്നെ ആരൊക്കെ വിളിച്ചു? ഞാൻ അത്തപ്പൂട്ട തിരക്കിനിടയ്ക്ക് ഞാൻ എടുത്തൂല്ല. അതല്ല, എന്റെ കമ്പനിയുടെ GM എന്നെ വിളിച്ചിരുന്നു എന്ന് നിനക്കറിയാലോ. ഇഷ്ടംപോലെ വർക്കുണ്ട്, കോടിക്കണക്കിന് ഇവിടെ ആസ്തിയുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, വീടുണ്ട്, അത്തമുണ്ട്, സദ്യയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഒരു വർഷവും സമാധാനമായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ണാൻ പറ്റത്തില്ല. എന്റെ ഒരു ഗതി ആലോചിച്ചു നീ. ശരിയാ. എനിക്ക് പായസം കുടിക്കണം. എന്റെ ദൈവം, നാണമുണ്ടോ നിങ്ങൾക്ക്? ആ വാടകക്കാർ കേട്ടോണ്ട് വന്നാലേ അഡ്വാൻസ് പൈസ സഹിതം ഇപ്പൊ അവരുടെ പൈസ തിരിച്ചു ചോദിക്കും. പായസം പിന്നെ കുടിക്കല്ലേ? പായസമൊക്കെ പിന്നെ കുടിക്കാം. കുഴപ്പമില്ല. പിന്നെ വേറെ കേസ്, എന്തായാലും GM ഇങ്ങോട്ട് വന്നോട്ട് 2 പെഗ് ഒഴിച്ചു കൊടുക്കും, സദ്യയും കൊടുത്ത് ഇയാളെ 2 ദിവസം ഞാൻ കിടത്തും. അങ്ങനെയൊക്കെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുമല്ലോ. ഇതൊക്കെ നടക്കൂ? 2 പെഗ്ഗിലൊക്കെ അയാൾ ഇവിടെ നിൽക്കുവോ? ഇത് നിർത്തണം. സദ്യ കൊടുക്കുമല്ലേ നമ്മള്? സദ്യ റെഡിയല്ലേ? അയ്യോ, എന്തൊരു വർത്തമാനം! GM വരുന്ന കാര്യം ഇപ്പോഴാന്നാ പറയുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേനല്ലോ. എന്താണ് ഇപ്പൊ പ്രശ്നം? എനിക്ക് കുറച്ചുകൂടെ പൊങ്ങച്ചം കാണിക്കാൻ കുറെ സദ്യയും കുറെ സാമ്പാറും കുറെ പായസം ഒക്കെ എനിക്ക് വെക്കണം. ഒന്ന് ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. എന്താ വന്നു? അങ്ങനെയാണ് എനിക്ക് കൂടെ ഒരു ഫോട്ടോ എടുക്കണം. എന്തോന്ന്? മയിലിന്റെ കൂടെ. മയിലല്ല, പിന്നെ മെയിൽ വന്നു. എനിക്ക് റിപ്ലൈ കൊടുക്കണമെന്ന്. അതുകൊണ്ട് നീ കാര്യം ചെയ്യും. ആ രേണുകെ വിളി, അവള് ഹെൽപ്പ് ചെയ്യും. അത് കൊള്ളാം. ഇപ്പൊ എല്ലാം വെച്ച് ഒരുക്കി അത്തപ്പൂ ഇട്ട് പവിത്രം വന്ന് വിളിച്ചപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ ഈ സമയത്ത് വിളിച്ച അവള് വരുമോ? എടി നീ ഒന്ന് വിളിക്ക, 1/2 മണിക്കൂർ താമസിച്ചാൽ അവള് വന്നോട്ടെ. എനിക്ക് അറിഞ്ഞൂടാ. രേണു ദേവി ഇവിടെ ഊരി വെച്ചിട്ടാണോ പോയത്? കഥവിന്റെ ഇടയിൽ കണ്ടിരിക്കുവായിരുന്നു തോന്നുന്നു. നീ വന്നേ. ഇങ്ങോട്ട് വാവണേ. എടി ഇങ്ങോട്ട് വന്നേ. എന്നെ കാണുമ്പോ അങ്ങ് നാണമായി കൊച്ചിന്. ഇങ്ങനെ നാണമുള്ള പെൺപിള്ളേര് ഞാൻ ഒരുപാട് എന്റെ പിന്നെടുത്തതാ. ഞാൻ വിചാരിച്ച എന്നെ ഇപ്പൊ എടുക്കുമെന്ന്. വരുന്നു. ദുർഗ സാർ എപ്പോ വന്നു? ഞാൻ ഉത്രാടത്തിന്റെ തലേ ദിവസം വന്നു. ഉത്രാടത്തിന്റെ തലേദിവസം വരാൻ ഇയാളെന്താ പൂരാട വന്നു? വെറും പൂരാടല്ല, കരിമ്പൂരാടം. ആര്? നീ. സാറേ, കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനെ മുടി വെട്ടിയില്ലേ? അതല്ല. പിന്നെ കൈവേദന ഉണ്ടാ? അല്ല. പിന്നെ പാമ്പാ? അങ്ങനെ അങ്ങനെ തലയ്ക്ക് പിടിക്കുന്ന ഇംഗ്ലീഷ് മരുന്ന്. തലയ്ക്ക് പിടിക്കുന്ന ഇംഗ്ലീഷ് മരുന്നാ? തരാം. പിന്നെ വേറെ കേസുണ്ട്. ഇന്ന് എന്റെ GM വരുന്ന ദിവസമാണ്. അപ്പൊ നീ ഇവിടുത്തെ ആരാണ്? ഞാൻ ഇവിടുത്തെ വാടകക്കാരൻ സ്ഥാനത്ത് നിൽക്കണം. ഈ GM എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? റേഡിയോക്കകത്ത് GM ആകാശവാണി. ആ GM അല്ലേ? അയ്യോ അതല്ല, എടാ അത് EM ആകാശവാണി. സംസ്കൃതം അതല്ലേ. GM എന്ന് പറഞ്ഞാൽ ജനറൽ മാനേജർ. എന്റെ കമ്പനിയുടെ വലിയ മാനേജരാ. അപ്പൊ പുള്ളി വരുമ്പം ഇതുപോലുള്ള ഡീസന്റ് ഇല്ലാതെ സംസാരിക്കരുത്. കല്ലേ എന്ന് പറഞ്ഞിട്ടും പൈലെ തുപ്പിലടിച്ച് കൊട്ടടിച്ചിരിഞ്ഞ. മനസ്സിലായല്ലോ? ഡീസൻസ് കീപ്പ് ചെയ്യണം. ഡീസൻസ് മനസ്സിലായി. തുപ്പല് വെച്ച് തൊട്ടേ അതല്ലേ ഡീസന്റ്. ബോസ് വരുന്നത് തുറന്ന് അതിനകത്തിരിക്കുന്ന സാധനം കണ്ടിട്ടേ എന്തോന്ന്? ബോസിനകത്ത് ബോസല്ല, എന്റെ ബോസ് വരുന്നുണ്ട്. ആന്റണി, ഡോണ്ട് കാൾ മീ അഗൈൻ. അതല്ല, ഒരു 4 ദിവസത്തേക്ക് ഞാൻ കമ്പ്യൂട്ടർ സ്റ്റേഷനിലായിരിക്കും. ഈ വയറിന് അസുഖമൊന്നുമില്ല. നമ്മൾ ഈ ജോലി തിരക്ക് കാരണം മാറി നിൽക്കത്തില്ല. ഔട്ട് ഓഫ് സ്റ്റേഷൻ അവിടെ ആയിരിക്കും കേട്ടോ. എന്നെ വിളിക്കരുതേ പ്ലീസ്. ഓക്കെ, ഒരു കാര്യം ചെയ്യും. അത് അമേരിക്കൻ കമ്പനിയായിട്ട് എഗ്രിമെന്റ് ചെയ്തേക്ക്. ആ ശരി. ഹലോ ദുർഗ. ദിനേശ്വരന്റെ കുഞ്ഞാന്ന്? അല്ല, പണക്കാരനല്ലേ, വെയിറ്റ് കൊണ്ട് കുഞ്ഞതാ. അല്ലോന്നല്ലേ പറഞ്ഞേ? അല്ല, 5-6 കിലോ എന്നല്ലല്ലോ പറഞ്ഞ, ഇങ്ങനെ വെയിറ്റ് കൊണ്ട് കുഞ്ഞാ. ഏതാണോ മുടഞ്ഞവന്? അപ്പൊ വാടക താമസിക്കുന്നതാ. ആണോ? പാവമാ, വെറി ഇഡിയറ്റ്, സ്റ്റുപ്പിഡ് ഫെലോ, വെറി കൺട്രി. കൺട്രി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ അമ്മമാരും എല്ലാരും ഈ സംഭവം തന്നെ സാർ പറഞ്ഞു. ഓക്കെ, അപ്പൊ ദുർഗ, ഞാൻ കൊച്ചി വന്നപ്പോഴാണ് ദുർഗ ഇവിടെ അടുത്താണ് താമസം. അപ്പൊ അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറെ കുടിക്കാൻ തൽക്കാലം പച്ചവെള്ളം മതിയല്ലേ? അല്ലല്ല, ഒന്നും വേണമെന്നില്ല. ഒരു ഗസ്റ്റ് വന്നിരിക്കും, അത്യാവശ്യം കോമൺ സെൻസ് കാണിക്കണം. അത്യാവശ്യം കോമൺ സെൻസ്. എന്നെ കാണുന്നു. നിനക്ക് പറഞ്ഞത് കേൾക്കാൻ പോയേ. എഴുന്നേടാ. സാറിനെയല്ല. എന്നോട് പറയുന്നതെല്ലാം കേറി കേൾക്കുന്ന എന്തിനാ എന്നോട് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞത്? വലിയ മനുഷ്യൻ എവിടെ തലമുണ്ടാക്കരുത് പറഞ്ഞിട്ടല്ലോ, അറിയാലോ. അപ്പൊ ദുർഗ, സാർ ഞാനിപ്പോ വന്ന എന്തിനാന്ന് ചോദിച്ചാലേ, നമ്മുടെ കമ്പനിക്ക് വലിയൊരു പ്രോജക്ട് കിട്ടിയിട്ടുണ്ട്. ഈ മെട്രോയുടെയാണ്, എറണാകുളം മെട്രോയുടെ ഒരു വർക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോ എറണാകുളം മെട്രോ ആലുവ ടു തൃപ്പൂണിത്തറ വരെ ഉള്ളൂ. തൃപ്പൂണിത്തറന്ന് ഈ മെട്രോ ഞാൻ വലിച്ചു നീട്ടി കോട്ടയത്ത് കൊണ്ടുവെക്കും. റബ്ബർ വെച്ചാ പണിഞ്ഞു വെച്ചേക്കുന്ന വലിച്ചു നീട്ടാൻ. ഈ മെട്രോ പാലം ഇങ്ങനെ പണിഞ്ഞിട്ടേ, പാലം നീട്ടിക്കൊണ്ട് പാലം നീട്ടിട്ട്
പണിഞ്ഞ് കോട്ടയത്ത് വരെ എത്തിക്കുന്നു. പിന്നെ കോട്ടയത്ത് എത്തുന്ന വെറും മെട്രോ അല്ല, മെട്രോ ട്രെയിനിന്റെ ചരിത്രത്തിൽ ഞാനൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോവുകയാണ്. സാറ് സൃഷ്ടിക്കുമെന്ന് എനിക്കറിയാം. ഒന്ന് പറ. സാധാരണ ഇപ്പൊ ഓടുന്ന മെട്രോ ട്രെയിനെ മുമ്പിലും പുറകിലും ഓരോ ഡ്രൈവർമാര് മാത്രമല്ലോ, ഓരോ ലോക്കോ പൈലറ്റ്സ് ഉണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഈ മെട്രോ ട്രെയിനിന് നടുക്ക് ഒരു ട്രെയിൻ ഡ്രൈവറുടെ ഉണ്ട്. അയ്യോ അതെന്തിനാണ് സാറേ? അതായത് നമ്മളിപ്പോ തൃപ്പൂണിത്തറന്ന് കോട്ടയത്ത് പോകുമ്പോഴേ വൈക്കത്തിറങ്ങാനുള്ള രാജീവൻ ഏറ്റുമാനൂർ എത്തുമ്പോഴാണ് അയ്യോ ഞാൻ ഇറങ്ങിയില്ലല്ലോ എന്ന് മറന്നു പോകുന്നത്. അത് ശരി ശരി ശരി. അപ്പൊ എന്തോ ചെയ്യും? ഈ മെട്രോ ട്രെയിൻ പകുതി വെച്ച് ഞാൻ അങ്ങ് മുറിക്കും. എന്നിട്ട് ഒരു ട്രെയിൻ തിരിച്ചു പോകും വൈക്കത്ത് രാജീവനെ ഇറക്കാനെ കൊണ്ട്, മറ്റേ ട്രെയിൻ നേരെ ഓടിച്ച് കോട്ടയത്ത് എത്തും. അങ്ങനെയാണ് ഞാൻ ഈ മെട്രോ ട്രെയിൻ പ്ലാൻ ചെയ്തേക്കുന്നത്. സംഭവം പണിയാണല്ലേ? എന്തോ അതിന്റെ പണി എനിക്ക് തരാൻ വേണ്ടി. നിനക്കോ പണിയോ? എടാ നീ മറ്റേ കക്കൂസിന് സ്ലാബ് വറക്കുന്ന പണിയല്ലത്. ഇതെന്ന് പറഞ്ഞാൽ മെട്രോ ട്രെയിൻ ഭയങ്കര പണിയാണത്. ദുർഗ ആരെങ്ങനെ കൊച്ചാക്കി കാണരുത്. അല്ല സാറേ, അവന് പണിയാൻ ശരിയാവില്ല. അല്ല അവന് വർക്കറല്ലേ, വർക്ക് ചെയ്യുന്ന ആളല്ലേ. അല്ല ഞാനും എന്റെ ശിഷ്യനും ഉണ്ട്. ഞങ്ങൾ അവൻ അതിനുള്ള സ്കില്ലുണ്ടെങ്കിൽ അവൻ ചെയ്യട്ടടാ. നിനക്ക് സ്കില്ലുണ്ടോടെ? ഉണ്ടല്ലോ, പരക്കകത്ത് മൂല വെച്ചിട്ടുണ്ട് 2 സ്കില്ല്. എടാ മഴക്കോലിന്റെ തേപ്പരന്റെ കാര്യമല്ല പറഞ്ഞത്, നിനക്കതിനുള്ള കഴിവുണ്ടോ? ഉണ്ട് സാറേ. ഞാൻ അവർ പറയാ വർഗീസ് സാറിന്റെ വീട് ചെന്ന് കിടക്കാനായിട്ട് ഞാൻ പണിഞ്ഞു വെച്ചേക്കുന്നത്. ആണോ? അത് ശരി. ഇതിന് അവർ അടുക്കളയൊക്കെ നല്ല സൂപ്പറായിട്ട് വെച്ചേക്കുന്നത്. ഞാൻ മെട്രോ പണിഞ്ഞു തരാം. അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ആ വർക്ക് തന്നെങ്കിൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി അതിന്റെ പോസിബിലിറ്റി എങ്ങനെയായിരിക്കും? അതിന് മലയാളം ഉണ്ടോ? അല്ല നിങ്ങളത് ഉത്തരവാദിത്തോടെ ചെയ്യുമോ? എങ്ങനെയായിരിക്കും നിങ്ങളുടെ വർക്ക്? ഞങ്ങൾ രാപകലില്ലാതെ ചെയ്തോളാം, ഞാനും ചെറുക്കനും കൂടെ. ആണോ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ശമ്പളം പരിപാടിയൊക്കെ എങ്ങനെയാണ്? ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് തച്ചനെ ചെയ്യുന്നു അതോ ഉടമ്പടിക്ക്? ഉടമ്പടിക്ക് മുതലാവത്തില്ല. ആണോ? തച്ചന ചെയ്താലേ പറ്റത്തുള്ളൂ. ഞാനും തച്ചനാണ് കൂടെ, അതാ ലാഭം. ഞാനിപ്പം തൃപ്പൂണിത്തറന്ന് കോട്ടയം വരെ ഏകദേശം എത്ര തൂണ് കാണും? എത്ര ഒരു 1000 2000 തൂണ്. തൂണക്കൊന്നിന് 250 രൂപ വെച്ചാ. തൂണക്കൊന്നിന് 250 രൂപ വെച്ചാൽ ആവുമോ നമുക്ക്? മുതലാക്കി എടുക്കാം. അവനെന്തോടാ പറഞ്ഞത്? ഇവന് കൊടുക്കാനും കൊടുക്കടാ. അവനെന്തോടാ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ട് തുപ്പലിട്ട് കൊട്ടടിച്ചല്ലേ സാറേ. ദുർഗ ഭാര്യ കാണുന്നില്ലല്ലോ. അവൾ അടുക്കളയിലങ്ങാണ്ട് ജോലി കിട്ടിക്കുക. വിളിക്കുന്നേ, അത് കാണട്ടെ. സതി സതി. എന്താ ദുർഗേട്ടാ? എന്തായിരുന്നു? ഞങ്ങളുടെ GM സാറ് അറിയില്ലേ? ഇല്ല, മനസ്സിലായില്ല. കണ്ടിട്ടില്ലേ? നമ്മുടെ ഷോക്കേസിനകത്ത് നമ്മുടെ ഗ്രൂപ്പ് വർക്കേഴ്സും സാറ് സെന്ററിൽ ചെമ്മണ്ണിന്റെ ഒരു നിറമുള്ള കോട്ട് ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടില്ലേ? ആ നടുക്കിരിക്കുന്ന ആളാ സാറ്. അയ്യോ അത് സാറായിരുന്നോ? ഞാൻ വിചാരിച്ച ആ ഫോട്ടോയുടെ നടുക്ക് ചെതലടിച്ച് എടുത്ത് കളയാനിരിക്കുവായിരുന്നു. പറഞ്ഞു കൊടുത്തില്ലടാ. അല്ല കോട്ടിന്റെ പ്രശ്നമായിരിക്കും സാറേ. ഒന്നും തോന്നില്ല സാറേ. സാർ ഇപ്പൊ ഓണം പ്രമാണിച്ച് വന്നല്ലോ. അപ്പൊ ദുർഗേട്ടന് 2 ദിവസമൊക്കെ വീട്ടിൽ നിൽക്കണമെന്ന് താല്പര്യമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി ഇരിക്കുന്ന ആളാണ് ദുർഗാ പ്രസാദ്. അവനെ നിങ്ങൾ ഇങ്ങനെ മണി പിടിച്ച് വീട്ടിൽ ഏൽപ്പിക്കരുത്. വർക്ക് ഇന്ന് തന്നെ ഉറങ്ങണം. അല്ല ശരി ശരി, വർക്കിന് പോയിക്കോളൂ. പക്ഷെ എന്തുവായാലും വന്നേല്ലയോ, സദ്യ കഴിച്ചിട്ട് പോകാം. അതെ, സാറാണ് ഞങ്ങളുടെ ഗസ്റ്റ്. അതെ, എനിക്ക് കൊണ്ടുവന്നൊരു ഗസ്റ്റ്. ആ നിനക്ക് ഉണ്ട് ഗസ്റ്റ്. ഓഗസ്റ്റ് കാലണ്ടറിൽ പോടാ. ഇതൊന്നും അല്ല, ഇത് ഞങ്ങൾ പണക്കാരുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റ്. അല്ല എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആ സാർ എവിടുന്നാ വന്നത്? കൊച്ചി. എന്റെ ഗസ്റ്റ് വരുന്നത് എവിടുന്നറിയോ? 3 സ്റ്റേറ്റിന് അപ്പുറത്തുനിന്ന്, വെസ്റ്റ് ബംഗാളിൽ നിന്ന്. വെസ്റ്റ് ബംഗാളൊക്കെ നിനക്ക് എവിടെ ബന്ധം? എനിക്കൊരു പണി ബന്ധമുണ്ട്. എന്റെ ചെറുക്കൻ ശേഷം എന്നെ മിക്കാറ് ഇപ്പൊ വരും. അവൻ വരും എന്റെ ചെറുക്കൻ. ഇവ ബംഗാളിന്റെ കാര്യമാണ് പറയുന്നത്. ഓട് വരുന്നു. ചേട്ടാ ചേട്ടാ എന്താ ചേട്ടാ നിന്നോട് വെള്ളം കുരു കുടിക്കാൻ പറഞ്ഞു തന്നെ രാവിലെ. അത് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാൽ മതി. സാർ ഇതാണ് നീ പറഞ്ഞ ഗസ്റ്റ്. നമസ്കാരം ദുർഗാ ചേട്ടാ. നമസ്കാരം 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 ചേട്ടാ. വിളിക്കരുത്, അദ്ദേഹം വലിയൊരു സാറാണ്. സാറെന്ന് വിളിക്കണം. സാറാണെങ്കിലും ജില്ലാ കളക്ടർ ആണെങ്കിലും ഞങ്ങൾ ചേട്ടാനെ വിളിക്കട്ടോ. എന്റെ അച്ഛനെ പോലും ഞാൻ ചേട്ടാനാണ് വിളിക്കുന്നത്. ഇത് പുള്ളിയുടെ പേരെന്താ പറഞ്ഞത്? മേരാ നാം വായുകുമാർ. വായുകുമാർ, അങ്ങനെയൊക്കെ പേരുണ്ട്. വായുകുമാർ എന്ന് പറഞ്ഞ ഇവരെ പ്രോപ്പർ ആഹാരം പരിപ്പും ഉരുളക്കിഴങ്ങ് വന്നല്ലോ, അതുകൊണ്ടാ വായുകുമാർ എന്ന് പേരിട്ടേക്കുന്നത്. ഞാൻ ഒരു കാലത്ത് ഇവന്റെ വീട്ടിൽ പോയി വെസ്റ്റ് ബംഗാളില്. ഇവന്റെ അച്ഛന്റെ പേര് കേൾക്കണം, ഭയങ്കര തെറ്റപ്പായിരുന്നു. സാറിന് പറഞ്ഞ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം. ഇവനൊക്കെ നമ്മളെ ഓണത്തിനെ കുറിച്ച് വല്ലോ അറിയാമോ? എന്റെ പൊന്ന് ദുർഗാ സാറേ, കഴിഞ്ഞ വർഷം ഇവന് ഓണത്തിനെ പറ്റി പറഞ്ഞപ്പോ എന്റെ കണ്ണ് തെള്ളി ഇനി വരുമായിരുന്നു. എന്താ കണ്ണ് തള്ളിയെന്ന് പറഞ്ഞത്? ഓണത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. ഓണത്തിനെ കുറിച്ച് പറയണം. പറയണം. ओणम केरल का देशीय उत्सव है. ओणम केरल का सबसे बड़ा त्योहार है. चिंगमावन में केरला ओणम आता है. പിന്നെ കേരള ഉത്രാടോൺ, തിരുവോൺ, ഔട്ടോൺ, ചതയോൺ, അടിച്ചോഫോൺ. പിന്നെ ഇലയിട്ട് ചോറ് വിളമ്പ്. അത് കഴിഞ്ഞ് കിഴങ്ങ് അവിയൽ, കിഴങ്ങ് സാമ്പാർ, കിഴങ്ങ് കിച്ചടി, കിഴങ്ങ് പുച്ചടി, അവസാനം കിഴങ്ങ് പായസം. വെടിക്കെട്ട് സദ്യ. ലൂസ് സ്റ്റോക്ക് നിർത്തും. ഇവിടെ വരും. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ എസ്റ്റിമേറ്റ് കമ്പനിക്ക് കൊടുക്കണം. അപ്പം നമ്മള് ഒരു പണിഞ്ഞത്
സീരിയസ് മാറ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സീരിയസ് മാറ്റർ. സാരമില്ല. നോയ്സ് വരരുത് കേട്ടോ, നോയ്സ് വരരുത്. ഓക്കെ, പറഞ്ഞു. അപ്പൊ നമുക്ക് കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് പണിഞ്ഞു തുടങ്ങാം. ചേട്ടാ ഞാൻ കോർ മേക്കൽ ഭാവി നേരത്തെ പറയൂ, സീരിയസ് മാറ്റർ ആണ്, നോയ്സൻസ് പാടില്ല. ഓക്കെ ഓക്കെ സാർ പറഞ്ഞു സാർ. അപ്പൊ നമ്മൾ പറഞ്ഞ എന്നോട് നീ പഠിക്കണ്ടായി മലയാളത്തിൽ പറഞ്ഞാൽ തിരിച്ചു ഞാൻ പറയാൻ. ഒരു മാനേഴ്സില്ലാടാ നിനക്കൊന്നും. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കല്ലേ. ഞാൻ ആരാണെന്ന് അറിയടോ, എന്റെ റെപ്യൂട്ടേഷൻ എന്താണെന്ന് അറിയടോ നിനക്ക്. ശബ്ദിച്ച് പോയി കൊടുത്ത് വിടാ ഉത്തരം. ദുർഗ നോക്ക്. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് വെക്കാട് പിരിവാണ്ടായിരുന്ന മൂടുപോയി ചേച്ചി എന്താ ചേട്ടാ? അത് മാത്രം മലയാളത്തിൽ പറയാറിയല്ലേ ചേച്ചിന്റെ ചേട്ടാ. ചേച്ചി ഒന്ന് നമുക്കേ കഴിക്കാം, ഫുഡ് കഴിക്കാം. സാർ അതാണ് ഞാൻ പറഞ്ഞത്. സാർ സദ്യ കഴിച്ച് 2 ദിവസം കഴിഞ്ഞിട്ട് സാർ പോയാൽ മതി. നോ 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 നോ, എയർപോർട്ട് അടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ചിക്കാഗോയിൽ എത്തണം. ചിത്തിരപ്പൂവേ എത്ര നാള് അത്തപ്പൂവേ ചിത്തി അത്തപ്പൂവേ സാറൊന്ന് സൂക്ഷിക്കണം. എന്താ? സാറിനെ പോലെ ഒരാൾ അപ്പുറത്ത് നിൽപ്പും. അയ്യോ ഇത് അപ്പുറത്തെ രേണുക, പാപം തയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നു. ആ രേണുവിന് തയ്യലൊക്കെ അറിയാമല്ലേ? അതെ, അതെ, അതെ. എന്നാ ഇത് പിടിച്ചോ. സത്യം പറഞ്ഞ ദുർഗെ, ഇങ്ങനൊരു അയൽക്കാർ അല്ലെങ്കിൽ വടക്കരായിക്കോട്ടെ പാവങ്ങള് അവര് കൂടെ ഉള്ളത് നല്ലതാ. കാരണം ദുർഗ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആകുമ്പോൾ സതിക്ക് കൂട്ടുണ്ടല്ലോ. രേണു, ഞാൻ തന്ന സാധനം എന്തി? ഞാൻ തിന്നായിരുന്നു. എന്തുവാന്ന് വെച്ച്? അമേരിക്കന്നുണ്ടെന്ന മിഠായി അല്ലേ? മുട്ടായി അല്ലെന്ന്. എന്റെ കോട്ടിന്റെ ബട്ടൺസ് ഊരി പോയിട്ട് തയ്ക്കാൻ തന്നാ. എന്തോ ചെയ്യാനാന്ന് പറഞ്ഞിട്ട്. സദ്യ കഴിക്കാം. കഴിക്കാം. സതി മോളെ, സദ്യയെല്ലാം റെഡി ആക്കിക്കോ. അതെ അതെ അതെ, സദ്യ എല്ലാം എടുത്തു വെക്കാം. എടുത്ത് സാറേ, പിന്നെ സാറേ ഈ സദ്യക്ക് മുമ്പ് അടിക്കോ? സദ്യക്ക് മുമ്പ് അടിക്കത്തില്ല, സദ്യ കൊള്ളത്തില്ല, ചെവിക്കന്നെ അടിച്ചു പൊട്ടും. അതല്ല പിന്നെ നമ്മള് ഞാന് സാറ് വരുന്ന പ്രമാണിച്ച് ഒരു കുപ്പി വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ എന്നെ അതിനകത്ത് അടച്ചിട്ട് ആറ്റിക്കൊണ്ട് കളയാനാണ്? കുപ്പിക്കകത്ത് ആറ്റിക്കൊണ്ട് കളയാ. സാറൊന്ന് മായാവിയാ. അതല്ലെന്ന് ചാരം കുടിക്കുന്ന കാര്യം ഒന്നര കൊച്ചനെ പറഞ്ഞു. വേണ്ട 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 വേണ്ട, എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. എന്ത് മീറ്റിംഗ്? എനിക്ക് മന്ത്രിയുമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട്. മന്ത്രിയുടെ ചേംബറിൽ പോകണം. മന്ത്രിയുടെ ചെമ്പറിലോ? മന്ത്രിയുടെ ചേംബറല്ല, മന്ത്രിയുടെ ചേംബറിൽ പോയി ഡിസ്കഷൻ. മണം അടിക്കും. ഇത് മണം ഇല്ലാത്ത സാധനം. അത്ര വലിയ മണം എടുക്കാൻ ശകലം വെളിച്ചെണ്ണ അങ്ങോട്ട് എടുക്കാം, കൊപ്പിളിക്കാം, തുപ്പ പിടിക്കത്തില്ല. ചേട്ടന് പറഞ്ഞ കാപ്പിപ്പൊടി നല്ലതെന്ന് പറയുന്നത്. കാപ്പിപ്പൊടി കിടന്ന് തേയിലാണ്. ഇല്ലെങ്കിൽ മാവിന്റെ ഇല ഇങ്ങനെ തേച്ചാലും മതി. സ്ഥിരം പരിപാടിയായതില്ലേ? ഞാനിങ്ങനെ എല്ലായിടത്തും പോയി കഴിക്കാറില്ല കേട്ടോ. തന്നെ പിന്നെ എനിക്ക് ഈ വലിപ്പച്ചപ്പും ഇല്ലല്ലോ. ജോലിക്കാരെ, തൊഴിലാളി, MD അങ്ങനെയൊന്നും നമുക്കില്ലല്ലോ സംഭവം. ഒഴിക്കട്ടെ അളവങ്ങനെ വെള്ളം എന്തിന്? കുടിവെള്ള ക്ഷാമോ ഭയങ്കര. പാവം കൊടുക്കാർക്കില്ല. അത് പോയി വേറെ ക്ലാസ് ഉണ്ടോ? ഞങ്ങൾ പണക്കാരിക്കണ എങ്ങനെ സിപ്പ് ചെയ്ത് അടിക്കത്തുള്ളൂ. അതെ അതെ, അത് ബാക്കിയുള്ളവരെ ബുദ്ധി വിട്ടിക്കണം. ആ ക്ലാസ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തത്. അങ്ങനെ കൊള്ളാം. പക്ഷെ ഞങ്ങൾ പാവങ്ങൾ അങ്ങനെയല്ല സാറേ. പാവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അരയടി കിടൂ. അതെ, ഞാൻ കെനിയെ വെച്ച് അടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം. സെയിം ടേസ്റ്റ്. ഒറ്റയടിക്ക് കണ്ണ് കലങ്ങി പോയി. ഈ ചില സാധനങ്ങൾ അങ്ങനെയാ, നമ്മൾ അടിച്ച അപ്പ പവർ കട്ടാ. ഉറങ്ങുഴി ചേട്ടാ മദ്യപാനം കുടിക്കരുത്. ചേച്ചിയുടെ പറഞ്ഞു കൊടുക്കാം മദ്യപാനം കുടിച്ചാ. കുടിക്കാൻ വേണ്ടി വന്നത് ഒരു കുടിക്കുന്ന കാണാൻ കണ്ട് കൊതിടാൻ വേണ്ടി വന്നില്ലേ? പഴമേ പഴമേ സാറേ സാറേ എന്താ അന്നേരം വിളിച്ചില്ലല്ലോ എന്നെ. ഈ ഗ്ലാസ്സിലൊക്കെ അടിക്കാനുള്ള യോഗ്യത നിനക്ക് ഉണ്ടോ? അല്ല ഉണ്ട്, ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക. കൂടിയ സാധനമല്ലേ ഇത്? കൂടിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ഒരു ടേബിൾ സ്പൂൺ പോലത്തെ ഗ്ലാസ് എടുത്തുണ്ടോ? നിനക്കിത് കുടിക്കാനാണോ കുളിക്കാനാണോ? അല്ല എപ്പോഴും ചോദിച്ചാൽ തരത്തില്ലല്ലോ. അപ്പൊ നിറച്ച് തന്നു കഴിഞ്ഞാൽ ചേട്ടാ മദ്യപാനം കൊടുക്കലെന്ന് പറഞ്ഞാലേ കഥ കാണിച്ചിട്ട് ഉള്ള പോലെ വേണ്ടേ? ദുർഗേട്ടാ, ദുർഗേട്ടാ,
എല്ലാം കഴിക്കാൻ എല്ലാം സെറ്റായി ഇല്ല റെഡിയാണ്. കഴിക്കാൻ സെറ്റായി ശരി സാറേ ആഹാരം കഴിക്കായിരുന്നു ചേട്ടാ ഞാൻ ചേച്ചിട്ട് പറഞ്ഞു കൊടുക്കും ചേട്ടാ. മൂട് ഞാൻ സാറേ വന്നാ സാർ. അവനും കൊടുക്കും സാറേ അവൻ കുടിക്കുന്നത് എനിക്ക് വേണ്ട, ഞാൻ കൊടുക്കില്ല. അല്ലേ നല്ല ഞാട്ടോ. പവിത്ര സാറേ കഴിക്കാം 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 അപ്പൊ ഓണമാണ്, സദ്യ കഴിക്കാൻ പോവാണ്. പവിത്ര നീ പൊയ്ക്കോ, സാറേ വന്ന് പൊയ്ക്കോ. എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട് ഇപ്പൊ? ഞാൻ ചേച്ചിയൊക്കെ പറയും. അതിന് വള്ളി ചേച്ചിയോട് പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുക്കും. കൊടുക്കും. ചേച്ചി ചേട്ടൻ മദ്യപാനം കുടിച്ചു. ചേച്ചി അയ്യോ അതല്ല സാറേ, മദ്യപാനം കർമാക്കുർമാന്ന് കുടിച്ചോ? മദ്യം കുടിച്ചോ? നിങ്ങൾ മദ്യപാനം കടമ്പ കുടുംബ കുടിച്ചാ നിങ്ങൾ വെള്ളം അടിച്ചാ? വെള്ളം അടിച്ചല്ലത്, അത് വെള്ളം അടിച്ച അവിടെ ചുമ്മാ. ഇല്ലില്ല, ഇത് നിങ്ങൾക്ക് ആര് തന്നു? നിങ്ങൾ ആര് തന്നു? ഇവിടെ കോട്ടിട്ട് സാറ് വന്ന്. ആര് തന്നു? സാറ് വന്ന് കോട്ടിട്ട് സാറ്. ഞാൻ ചോദിക്കുമേ. ചോദിക്കില്ല നീ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ നാണം കേടാ. ചോദിക്ക് ചേച്ചി. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ നാണം കേടാ. ഞാൻ ചോദിക്കുവേ. ചോദിക്കില്ല നീ. ഞാൻ ചോദിക്കും. ചോദിക്കില്ല ഞാൻ ചോദിക്കുവേ. ഞാൻ ചോദിക്കണേ. ഞാൻ നാണം കേടാ. ഞാൻ ചോദിക്കണേ. ഞാൻ ചോദിക്കണേ. എന്റെ അണ്ണനെ ആരും ചാരയും കൊടുത്തത് 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 സാധിക്ക് 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 ആര് ചേച്ചി. കൊടുത്തത്? എന്റെ അണ്ണന് ആര് മദ്യം കൊടുത്തത്? എന്റെ അണ്ണന് ആര് മദ്യം കൊടുത്തത്? സാറ് രേണുകെ ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പവിത്രം കഴിക്കുന്നത്, ആദ്യമായിട്ടും അല്ല ബഹളം വെക്കുന്നത്. നല്ലൊരു ദിവസമായിട്ട് നീ ചുമ്മാ ഇങ്ങനെ പ്രഷർ കൂടി ഇങ്ങോട്ട് വരല്ലേ രേണുകെ? തിരുവോണമായിട്ട് എന്റെ ചേട്ടന് ആ നിങ്ങൾ മദ്യം കൊടുത്തു? അയ്യോ അത് സമാധാനപ്പെട്ട് നിങ്ങൾ ഇപ്പൊ വേണ്ട നല്ലൊരു ദിവസമായിട്ട് എടാ ഒന്ന് പറഞ്ഞു കൊടുക്കണം നീ. കുടിച്ചു ചേച്ചി. ചേട്ടൻ കുടിച്ചു. പിച്ച് ഞാൻ കേട്ടാ നീ എന്ത് മുമ്പ് ഞാൻ കണ്ടാലോ കുടിച്ചതാ. ഒരു ഓണക്കാലം ആണുങ്ങൾ അവസരമായിട്ട് അടിച്ചെന്നിരിക്കും. പവിത്ര രേണുവിനെ വിളിച്ചോണ്ട് പോ. എടാ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്ക് നീ അങ്ങ് കണ്ണടച്ചോ പോട്ടെ. തുടരരുത്, തുടരരുത്, പിടിക്കും. തുടരരുത്, പിടിക്കും. എന്നെ തുടരരുത്, പിടിക്കും ഞാൻ. എന്നെ തുടരരുത്, പിടിക്കും ഞാൻ. എന്നെ തുടരരുത്. പിടിക്കുന്നു. സാധിക്ക് ചേച്ചി. സാധിക്ക് ചേച്ചി. ഇതിനെ പിടിച്ച് അങ്ങോട്ട് ഇരുത്ത്. സാറേ ഇരുന്ന് കഴിക്കണം സാറേ, കരുത് കഴിക്കണം. എന്താ ബഹളമാണ് ഇത്? അതൊക്കെ എന്റെ ഒരു ഭാഗമാ സാറേ, അങ്ങോട്ട് ഇരുന്നാട്ടെ. എനിക്ക് വിശന്നിട്ട് പോയി 5 കൊല്ലം ഓണസദ്യ കഴിച്ചിട്ട്. ദൈവം തമ്പുരാൻ വന്നാലും ആഹാരത്തിന്റെ മുമ്പിൽ എണീക്കരുത് കേട്ടോ, അവിടെ ഇരുന്നാട്ടെ. No, never. അവിടെ ഇരുന്നാട്ടെ. എന്നാലും വല്ലവനൊക്കെ തന്ന നിങ്ങൾ എന്തിനു മനുഷ്യ തിരുവോണം ഒറ്റ കുടിക്കാതെ ഞാനിനി കുടിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് ചോദിക്കണം, അല്ലെങ്കിൽ ഞാൻ ചാവും ഞാൻ. ചാവും ഞാൻ. ചാവും ഞാൻ. ചാവും ഞാൻ. ചാവും ഞാൻ. ചാവും ഞാൻ. എന്തുവാ 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 കൊല്ല് 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 കൊല്ല്. ഒന്ന് അടങ്ങിയത് മാന്യമായിട്ടുള്ള ആൾക്കാർ. നിങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി പോകണം പോലെ പക്ഷേ തിരുവോണത്തിൽ പോകേണ്ടതില്ല. പോണം. ഇത് നിങ്ങൾ കുടിച്ചോ? കുടിച്ചോ? അത് ഞാൻ അവരെ അറിയാതെ രേണു രേണു എന്താ എനിക്ക് പേടി വരുന്നു രേണു, അങ്ങനെ കാണിക്കാതെ രേണു. പിടിക്കട്ടെ, പിടിക്കട്ടെ, മാറും. ഇത് ഒരു ഓണ ദിവസമായിട്ട് പവിത്രൻ ഇച്ചിരി കുടിച്ചു പോയി. നമ്മൾ പെണ്ണുങ്ങൾ വേണം ഒന്ന് കണ്ണടയ്ക്കാൻ, തൽക്കാലം ഒന്ന് കണ്ണടച്ച് കളാ. എനിക്ക് ജീവിക്കാത്ത എനിക്ക് എന്താണ് ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാത്ത? 5 കൊല്ലം ഈ ഓണസദ്യ കഴിച്ചിട്ട് അറിയാമോ സാറേ? ഇപ്പൊ ഇത് കഴിക്കണം. കൊല്ലും അങ്ങനെ വേണ്ട. എനിക്ക് ചത്താ മതി. ഇങ്ങനെയാണെങ്കിൽ ശരിയാവൂല. ഇത് ശരി, ഇത് കഴിക്കാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല. ഇത് ചേട്ടന്റെ ഭാഗത്തെ തെറ്റാ. എന്റെ ഭാഗത്ത് തെറ്റ്. ഇയാള് വന്നങ്ങ് പോട്ടെ, വന്നങ്ങ് പോട്ടെന്ന് വെക്കാം. എന്തിനാ പൗത്രന്റെ കള്ളു കൊടുത്തത്? കൊടുത്തത് സമാധാനമായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ടോ ചേട്ടാ? പായസം കുടിക്കാൻ പറ്റില്ല, അതല്ലേ? പായസമൊക്കെ ഉണ്ട്, എന്തോ Excuse me. അവരിനി വഴക്കുണ്ടാക്കി ഇങ്ങോട്ട് വരരുത്, അത്രയല്ലേ ഉള്ളൂ. അതിന് ഞാൻ ഒരു ഐഡിയ പറയാം. സാറേ നമ്മൾ ഇവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. നമ്മളെങ്ങനെ വഴക്ക് ക്രിയേറ്റ് ചെയ്യും? അല്ല, നമ്മളിവിടെ വഴക്കാണ്, കള്ളവഴക്ക്, ചുമ്മാ വഴക്ക്. അവരിങ്ങോട്ട് വരുന്നില്ലേ? അതെ, അത് ആരുമായിട്ട് വഴക്ക് കൂടും. നീ എന്നോട് വഴക്കുണ്ടാക്കി. സാറിന്റെ സുപ്പീരിയർ ഞാൻ വഴക്കുണ്ടാക്കണം. എന്നെ കൊണ്ട് പറ്റില്ല സാറേ, തമാശക്ക് സാർ അങ്ങനെ പറയരുത്, പ്ലീസ് പറയരുത്. അപ്പൊ ഒരു കാര്യം ചെയ്യും, നിങ്ങളുടെ വഴക്കുണ്ടാക്കും. ഞങ്ങളോ? നിങ്ങളുടെ ഉണ്ടാക്കും. സാറേ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ ഒരു കാര്യത്തിനും വഴക്ക് കൂടിയിട്ടില്ല സാർ. പറ്റും ഇല്ല സത്യം അല്ലേ മോളെ? എന്തെങ്കിലും വഴക്ക് കൂടിയിട്ട് ചെറിയ സൗന്ദര്യ പിണക്ക് നിങ്ങൾ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ല? ഇല്ലത് അതല്ലേ എന്റെ സ്റ്റെനോയും ഇവനെയും കൂടെ സ്റ്റോർ റൂമിലിട്ട് പൊക്കി കാര്യം പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴേ വഴക്കുണ്ടാക്കിയിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പറയത്തില്ല. എന്റെ ജോലിക്കാരൻ അവനെ ഞാൻ എന്തോ പറഞ്ഞ സ്റ്റെനോ, സ്റ്റെനോയുടെ കാര്യം എന്തോ പറഞ്ഞത്? അതല്ല, അങ്ങനെയല്ല.
സോന, അതായത് നമ്മുടെ ഈ മെട്രോ പാലം ഉണ്ടല്ലോ, ഇത് തൂണ് താങ്ങി എടുത്തൊരു സോനയുണ്ട്, അത് ഞാൻ പൊക്കിയെടുത്തു. അതിനാണ് സാറ് പറഞ്ഞത്. അതല്ല നിങ്ങൾ രണ്ടുപേരെ കള്ളുപിടിച്ചിട്ടുള്ളൂ. എനിക്ക് നല്ല ബോധമുണ്ട് സത്യം. നിങ്ങൾ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. നല്ല വൃത്തിക്ക് ഞാൻ കേട്ടതാ. ഇങ്ങേർ ഓഫീസിലെ ഏതോ ഒരു പെണ്ണുമായിട്ട് നിങ്ങൾ നല്ല റോഡായിട്ട് എന്റെ വായിന്നത് വരത്തില്ലേ. നിങ്ങള് ഓഫീസിൽ നിന്ന് വരാതെ ലീവ് എടുക്കാതെ അവിടെ കിടന്ന് ഞാൻ അറിയണമായിരുന്നു നിങ്ങൾക്ക് എന്താ ബന്ധമാണ്. ഒന്നും പറയണ്ട. നല്ലൊരു ദിവസമായിട്ട് ഞാനിത് അറിയണമായിരുന്നു. നിങ്ങളെ ഞാൻ പൊന്നെ സാറിന് നല്ല മനസ്സുണ്ട്, സാറിന് നല്ല ഹൃദയമുണ്ട്, സാറിന് നല്ലൊരു പെങ്ങളുണ്ട്. അതുകൊണ്ട് സാർ ഈ സത്യം പറഞ്ഞത്. അച്ചോ, തിരുവോണമായിട്ട് ബഹളം കേൾക്കാതെ ചോറിനാൻ പറ്റൂലേ അമ്മക്കൊന്നും. ഇതെന്തൊരു ബഹളം ഇത്. നിന്നെ ഞാൻ നീത്തിക്കുട്ടിയെ പോലല്ലേ കാണുന്നത്. ഇത് കേട്ടാ ഞെട്ടും പവിത്രോ. അയ്യോ, ഇതെന്തോ പറ്റി പവിത്രോ. ദേഹത്ത് പറ്റുന്നത് കുറച്ച് കഴിയുമ്പോ ഉണങ്ങും, പക്ഷെ മനസ്സിന് പറ്റുന്നത് എന്താ പ്രശ്നം? എടാ, ഇങ്ങനെ വരുവായിരുന്നോ? നേരം ഇങ്ങനെ വീട്ടിൽ വരുവായിരുന്നോ? ഈ കോട്ട് സൂട്ടിട്ടുണ്ടോന്ന് സാറ് പറയുവാണേ. ഇങ്ങേർക്ക് അവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട്. എന്റെ തൃക്കാക്കരയപ്പാ. എന്തൊരു വീടാ ഇത്. ഒരാളെ വിളിച്ചോണ്ട് വന്നിട്ട് എന്തോ കാണിച്ചിരിക്കുന്നത്. പെണ്ണ് പറഞ്ഞതിന്റെ പേരിൽ വെറുതെ ഉള്ള കാര്യമല്ല രേണു. നീ കാര്യം അറിയാൻ നീ സംസാരിക്കരുത്. പെണ്ണുങ്ങളാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആവശ്യമില്ലാതെ ഇച്ചിരി മുന്നേ നീ ഇങ്ങനെ സംസാരിച്ചത്. നീ പറഞ്ഞുകൊണ്ട് വന്നല്ലോ. കൂടുതൽ സംസാരിക്കരുത്. എന്റെ വിധം മാറും രേണു. നിന്നെ ഞാനൊരു വാടകക്കാരിയായിട്ടല്ല കാണുന്നത്. ഞാൻ പറഞ്ഞു സ്വന്തം ഭർത്താവിന്റെ അവിഹിത നീ സംസാരിക്കരുത്. ഓണം കൊളമാക്കല്ല സച്ചി. ഇങ്ങനെ ഞാൻ എങ്ങനെ നോക്കിയെന്നറിയാമോ? ഒരു നിമിഷം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത് സത്യം. സാറ് കാണിച്ചെന്തായാലും മോശമായി പോയി. ചേച്ചി, ഓണമെല്ലാം കൊളമായല്ലോ ചേച്ചി. ഇവിടെ കൊള്ളമായി. നീ കയറി തന്നിട്ട് ഞാൻ ചോറ് വിളമ്പി തരാം. അത് മതി. നമ്മളങ്ങനെ ഓരോരുത്തർ പോയി നമുക്ക് കഴിക്കാൻ പറ്റൂ. മക്കളെ എഴുതിയിടാ ചേച്ചി. ഓ, അപ്പോ ബംഗാളി ഖാക് ദേശ ഉത്സവം ഓണം ഹേ. ഇനി ഇതും കൂടിയേ ഉമ്മാർ ഇവിടെ നടത്താനുള്ളു. ഫ്ലവർ കോമഡി ഇത് ഐറ്റം വരുടെ ഓണം മമ്പറിലേക്ക് നിഷാദ് പൂച്ചാക്കലിന്റെ ഒരു ഉഗ്രൻ ഐറ്റം. ഒരു പുതിയ ഇടല്ല, ഓൾറെഡി അദ്ദേഹത്തെ നമുക്കറിയാം. ജഗദീഷ് ചേട്ടന് ഒരു ഉഗ്രൻ ഡെഡിക്കേഷൻ കൊടുത്ത് ഞെട്ടിച്ച ആളാണ്. അന്ന് മാനറിസംസ്, ആ നടപ്പ്, അതൊക്കെ ആയിരുന്നു. ഇന്ന് പക്ഷേ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ വേദിയിൽ നമ്മള് പാട്ടുണ്ട്, ഡാൻസ് ഉണ്ട്, സ്കിറ്റ് ഉണ്ട്, കൂടെ ഇതാ ലൈവായിട്ട് ഇപ്പൊ അവര് അങ്ങനെ തന്നെ പറിച്ചങ്ങോട്ട് വെച്ച് അങ്ങനെ വരച്ചു കൊടുക്കും. സംഭവം എന്താ ചോദിച്ചേട്ടാ? പെയിന്റിംഗ് വിത്തിൻ മിനിറ്റ്സ് ആണോ? അത് ഒരേ സമയത്ത് എനിക്ക് തോന്നുന്നു. എന്റെ ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒരേ സമയത്ത് രണ്ടുപേരുടെ പറമ്പം വരയ്ക്കും. ഒരു നല്ല കൈഡി കൊടുത്തേ. ഓക്കെ, അപ്പൊ നമ്മളെ തുടങ്ങുന്നു.
കിലുകിലുക്കാൻ ചെപ്പേ കിങ്ങിണി ചിരിക്കുടുക്കേ അല്ലിട്ടേൻ മണി ചിത്തിരമുത്തേ സ്വത്തേ പൊന്മണി ചക്കരമുത്തം താനീ കൺമണി കണ്ണാരമ്പത്താൻ വാണി മിൻമണി മാളിക വീട്ടിലെ മേലാത്തിയമ്മയുടെ മഞ്ചത്തിൽ തഞ്ചത്തിലെ മിനിക്കല്ലമ്മേ വാക്കുവാ കിലുകിലുക്കാൻ ചെപ്പേ കിങ്ങിണി. രണ്ടും നല്ല ഉഗ്രൻ പീസ് ഓഫ് ആർട്ട്. നല്ല നല്ല കൈഡികൾ, നല്ലൊരു കൈഡി ഷാദ്, ഒരു ഉഗ്ര കൈഡി, ബ്രില്യന്റ് വർക്ക് അല്ലേ? ജഗദീഷ് ചേട്ടനും മുകേഷ് ചേട്ടനും സൂപ്പർ ആയിട്ടുണ്ട്, അതും വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് അല്ലേ? അതെ, ആൻഡ് ആ മാനറിസംസ് ഒക്കെ എന്ത് രസമല്ലേ? ഒരു നല്ല കൈഡി, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു മെയിൻ ഐറ്റം ആയിട്ട് നമുക്ക് ഇതിനെ പറയാം. എന്തായാലും താങ്ക് യു ചേട്ടാ. ഓക്കെ, താങ്ക് യു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൻ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനാ പുതുവിള നേരുന്നോരിനിയൊന്നാടിതാ പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു കരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലെ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും ചെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയ, കൊറ്റികൾ പകൽ നീലേക്കിന കാണും, മുട്ടിടുമനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടി നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. $4 ലക്ഷം സമ്മാനം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്കിറ്റ് മത്സരം അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ആവേശകരമായിട്ടുള്ള നല്ലൊരു മത്സരമാണ് ഇവിടെ നടന്നത്. എല്ലാ കണ്ടസ്റ്റൻസിനും നല്ല കൈയടി കൊടുക്കാം. തീർച്ചയായിട്ടും ഈ മത്സരത്തിൻ്റെ നിലവാരത്തെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെക്കുറിച്ചും അതിൻ്റെ പ്ലസ് പോയിന്റ്സിനെ കുറിച്ചും വളരെ ബ്രീഫായിട്ട് ജഡ്ജസ് ആദ്യം ഒന്ന് വിലയിരുത്തട്ടെ. ഉർവശി പ്ലീസ്. ആദ്യത്തെ സ്കിറ്റ് നമ്മുടെ കുട്ടികളിൽ നിന്നാണ് തുടക്കം. അവരത് ഗംഭീരമാക്കി. തീർച്ചയായിട്ടും നല്ല ടൈമിംഗ് ഉള്ള നല്ല ആർട്ടിസ്റ്റുകളാവാൻ സാധ്യതയുള്ള കുട്ടികളായിരുന്നു എല്ലാം. അപ്പോൾ അവർക്ക് കൊടുത്തത് ഉള്ളതുകൊണ്ട് അവർ നന്നായി ഓണം ആഘോഷിച്ചു. നല്ല രസമുണ്ടായിരുന്നു. അതിനിടയ്ക്കുള്ള പാട്ടും ചെറിയ ചെറിയ തമാശകളുമൊക്കെ അതുപോലെ ഓരോ ടീമിൻ്റെയും. പക്ഷെ ചിലതിനൊക്കെ ഒരേ കണ്ടൻറ്റ് സ്വഭാവം വന്നതായിട്ട് തോന്നി. ഇല്ലെന്ന് പറയാനാവില്ലെങ്കിലും
ഒരു ഓണാഘോഷത്തിനൊന്ന് മേളക്കൊഴുപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഒരു സന്തോഷത്തിനുള്ള വകയുണ്ട്. ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി ഞാൻ കൂടുതൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈ വീടുകളിലെ മദ്യപാനം. ഓണാഘോഷം എന്ന് പറഞ്ഞാൽ മദ്യപാനം. പക്ഷേ ഈ സ്കിറ്റിൻ്റെ ഭാഗമാകുമ്പോൾ മദ്യത്തിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ മദ്യം വെച്ച് കുറച്ച് ഹ്യൂമർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മദ്യം ആപൽക്കരമാണെന്ന് മണിക്കൂട്ടിന് ഉൾപ്പെടെയുള്ളവർ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മദ്യം കൊണ്ടുവരുന്നത് മദ്യം പ്രോത്സാഹിപ്പിക്കാനല്ല, മറിച്ച് മദ്യം കഴിച്ചാൽ അവർ കാണിക്കുന്ന ഓരോ വിക്രിയകൾ എന്താണെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിച്ച് അവർ പരിഹാസ്യരാകുമ്പോൾ അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ബന്ധുക്കൾ ഒന്നും അങ്ങനെ കാണിക്കാൻ പാടില്ല എന്ന ലക്ഷ്യത്തോടു കൂടി അവർ കാണിച്ചു എന്ന് വാദിക്കാനാണ് എനിക്ക് താല്പര്യം. ഓട്ട് മുകേഷ്. അല്ല, ഈ കൊച്ചു കുട്ടികളുടെ സ്കെറ്റ് ഉൾപ്പെടെ നല്ല ഒരു റിഹേഴ്സലും നല്ല ഒരു എഫർട്ട്, റിഹേഴ്സൽ എന്ന് ഞാൻ പറയത്തില്ല, ഒരു എഫർട്ട് ഈ എല്ലാ ട്രൂപ്പുകാരും അതിൻ്റെ പിന്നിൽ ചെയ്തിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ അവിടെ ഇരുന്നപ്പം നോക്കുമ്പോൾ എല്ലാ ഗ്രൂപ്പിലും എല്ലാ ട്രൂപ്പിലും നല്ല എനർജി ഉണ്ടായിരുന്നു, നല്ല എഫർട്ടായിരുന്നു എല്ലാവരും. സാധാരണ ഞാൻ ലോജിക്കിൽ മുറുകെ പിടിക്കുന്ന ആളാണ്. പക്ഷേ ഈ സ്കിറ്റിൽ അവസാനം ഊഞ്ഞാലാടി അമ്മാവൻ അങ്ങ് പോയി എന്ന് പറയുന്നത് വളരെ കൺവിൻസിംഗ് ആയി പ്രസൻറ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. അങ്ങനെ തെറിച്ചു പോകുന്നത് അതിൽ കൂടുതൽ എനിക്ക് നെഗറ്റീവ് പറയാൻ പറ്റാത്ത വിധത്തിൽ ജഗദീഷ് വന്ദനത്തിൽ അങ്ങനെ സമ്മാനം വാങ്ങിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വായടപ്പിച്ചു, അവിടെ ലോക്കായിപ്പോയി. എന്തായാലും അജയന് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്താനുണ്ടാവും. പ്ലീസ്. ഒന്നിനൊന്നിനും മികച്ച മത്സരമായിരുന്നു. ഓക്കെ, ഞാൻ ജഗദീഷ് ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ മിമിക്രി എന്ന കല, സ്കിറ്റ് എന്ന കല ഇത്രയും കാലം ഇങ്ങനെ പോവുകയാണല്ലോ. ചേട്ടൻ തന്നെ എത്രയോ പ്രോഗ്രാമുകളിൽ ഇരുന്നിട്ടുണ്ട്, ചേച്ചിയുണ്ട്, ഞാനിരുന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓണം എന്ന ഒരു കോൺസെപ്റ്റ് കൊടുത്തിട്ട് അതിനകത്ത് നിന്നുകൊണ്ട് സ്കിറ്റ് ഉണ്ടാക്കുക, കൗണ്ടറുകൾ ഉണ്ടാക്കുക, ചുരുങ്ങിയ സമയം കൊണ്ട് നല്ലൊരു മത്സരത്തിന് വേണ്ടി തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ മുകേഷ് ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ പിന്നിലുള്ള ഒരു എഫർട്ട് ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കാതെ വയ്യ. അതിന് മാത്രമല്ല, ഞാൻ എടുത്തു പറയേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ കയ്യടി കൊടുക്കേണ്ടത് നമ്മുടെ കുട്ടി താരങ്ങളാണ്, ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ്. അതെ, കാരണം വലിയ ചേട്ടന്മാർ വളരെ പ്രൊഫഷണലായിട്ട് ഇവരെ പോലൊക്കെ തന്നെ വളരെ ഒന്നിനൊന്നിനും മികച്ച രീതിയിൽ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് അവർ സ്കിറ്റ് ചെയ്യുന്നത്, മത്സരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പരമാവധി കളർഫുള്ളാക്കാൻ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവരുടെയും ഒരു വലിയ ഒരു എഫർട്ടുണ്ട്. അവരെ എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുന്നു. എല്ലാ ടീമിനും വിജയാശംസകൾ നേരുന്നു. ഓക്കെ അജയൻ, താങ്ക് യു. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇവിടെ ഈ സ്കിറ്റിൽ ഇപ്പോൾ തീമിൻ്റെ കാര്യത്തിൽ, കോണ്ടന്റിൻ്റെ കാര്യത്തിൽ ഒക്കെ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും. കുറച്ച് സ്ട്രെച്ച് ചെയ്തു പോയി എന്നൊക്കെ നമുക്ക് ജഡ്ജസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു കാര്യത്തിൽ ജഡ്ജസും പ്രേക്ഷകരും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു, എല്ലാവരുടെയും ബ്രില്യൻ പെർഫോമൻസ് ആയിരുന്നു. അതെ അതെ, ഞങ്ങളിവിടെ വിറ്റ്നസ് ചെയ്യാണ്. ഒരു റീടേക്ക് പോലും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു റീടേക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഇവിടെ ലൈവായിട്ട് അവർ തുടക്കം മുതൽ അവസാനം വരെ അവർ പെർഫോം ചെയ്തു, ഇത് ബൈഹാർട്ട് ചെയ്തു, അതിമനോഹരമായ അതിവിദഗ്ധമായിട്ട് അവതരിപ്പിച്ചു. ഈ ഏറ്റവും കൂടുതൽ സ്കിറ്റുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കലാകാരൻ എന്ന നിലയിൽ, നസീർ സംക്രാന്തി, യുവർ ഒപ്പീനിയൻ പ്ലീസ്. നമ്മളിവിടെ സത്യത്തിൽ 3 പേര് ചെയ്യേണ്ട സ്കിറ്റുകളാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഈ ആർട്ടിസ്റ്റുകൾ ആരും പുറത്ത് മാറി നിൽക്കാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ 6 പേരാക്കിയിട്ടാണ് നമ്മൾ വേദി കൊടുത്തിരിക്കുന്നത്. അപ്പം പരിമിതികളുണ്ട് ഇതിൽ. നമ്മൾ ഈ ഒരു കണ്ടന്റാണ് പിടിച്ചിരിക്കുന്നത്, ഓണത്തിനെ ബേസ് ചെയ്താണ് പിടിച്ചിരിക്കുന്നെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ റിഹേഴ്സലും ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ചെയ്യാവുന്ന അവരുടെ പരമാവധി അനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു നസീർ. ഇനി മണിക്കുട്ടൻ, യുവർ ഒപ്പീനിയൻ പ്ലീസ്. ആദ്യമായി തന്നെ ഈ പറയുന്ന പോലെ ഓണം ആഘോഷിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക്, അതായത് കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ എൻജോയ് ചെയ്യാനായിട്ട് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം, ഓണം ബമ്പർ എന്ന പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് എല്ലാവർക്കും ഒരു വലിയ കൈയടി. കാരണം കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഒന്നിച്ചിരുന്ന് ഇത് കണ്ട് എൻജോയ് ചെയ്യുന്നുള്ള യാതൊരുവിധ സംശയമില്ല. പിന്നെ ഇവിടെ പെർഫോം ചെയ്ത എല്ലാ ടീമിനും, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും മനസ്സറിഞ്ഞൊരു ഗംഭീര കൈയടി. ഓക്കെ, താങ്ക് യു മണിക്കുട്ടൻ. നൗ കമ്മിങ് ടു ദ റിസൾട്ട്സ്. ഏറ്റവും കൂടുതൽ മാർക്കുകൾ വാങ്ങിയിട്ടുള്ള 3 ടീംസിൻ്റെ പേരാണ് ഞാനിവിടെ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ സമ്മാനം ഒരു ടീമിനേ ഉള്ളൂ, 4 lakhs. ബാക്കിയുള്ളവർക്ക് മെമൻറ്റോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ടോപ്പ് 3 എന്ന് പറയുന്ന ടീംസിനെ ഞാൻ അനൗൺസ് ചെയ്യണം. അത് ഫസ്റ്റും സെക്കൻഡും തേർഡും എന്ന നിലയ്ക്കല്ല. ആദ്യത്തെ 3 ടീംസ്, ഫസ്റ്റ് 3 ടീംസ്, ദീപു നാവായിക്കുളം ആൻഡ് ടീം, രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് ടീം,
മനോജ് വലഞ്ചുഴി ആൻഡ് ടീം. ഏറ്റവും കൂടുതലും മാർക്ക് വാങ്ങിയിട്ടുള്ളത് ജഡ്ജസിന്റെ ഏക അഭിപ്രായമാണ്. 3 ടീംസാണ് ഞാനിപ്പോൾ പേര് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി 4 lakhs ആർക്കാണ് കിട്ടിയെന്നുള്ള അനൗൺസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 3ാം സ്ഥാനം ആദ്യം അനൗൺസ് ചെയ്യാം അല്ലേ. എല്ലാ മാർക്കിൻ്റെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഏക അഭിപ്രായക്കാരായിരുന്നു. ഓരോ സ്കിറ്റിനെ കുറിച്ച് കാണുമ്പോഴും ഞാനും ഉർവശിയും മുകേഷും മണിക്കുട്ടനും നസീറും എല്ലാ അജയനും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്ത് ഏകദേശം ഏക അഭിപ്രായം തന്നെയായിരുന്നു. അപ്പോൾ 3ാം സ്ഥാനം ആർക്ക്? 3ാം സ്ഥാനത്തിൽ എത്തിയിരിക്കുന്നത് കൊടുക്കുമണി. Yes, it is Rajesh Kottarathil and team. 3ാം സ്ഥാനം രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് ടീം. ഒരു വലിയ കൈയടി. രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് ടീമിനുള്ള മെമന്റോ മുകേഷും ഉർവശിയും ചേർന്ന് നൽകുന്നതാണ്. പ്ലീസ് രാജേഷ് കൊട്ടാരത്തിൽ ആൻഡ് ടീം പ്ലീസ് മുന്നോട്ടേക്ക് വരൂ. നിങ്ങൾ വരൂ. മുകേഷും ഉർവശിയും കൊടുക്കും. ഒരു വലിയ കൈയടി. വേറെയുടെ വേദിയിൽ ഓണം ബമ്പറിൽ 3ാം സ്ഥാനം രാജേഷ് കൊട്ടാരത്തിൽ. ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് 4 ലക്ഷം 4 lakhs ലഭിച്ച ടീമിന്റെ പേരാണ്. 4 lakhs. ഇനി 2 ടീം ആണ് ടോപ്പ് 3യിൽ വന്നിട്ടുള്ളത്. അതിൽ ആർക്കാണ് ഈ 4 ലക്ഷം കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം. ദീപു നാവായിക്കുളം, മനോജ് വലഞ്ചുഴി ആൻഡ് ടീം. 2 ടീംസാണ് നിൽക്കുന്നത്. അവർ തമ്മിൽ ഉള്ള മത്സരമാണ്. 4 ലക്ഷത്തിന് വേണ്ടിയുള്ള മത്സരം. യെസ്, കുറച്ച് ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. വീണ്ടും പറയുന്നു, ഇതിൽ ആർക്കാണെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല. നിസ്സംശയം പറയാം, നിഷ്പക്ഷമായിട്ട് പറയാം, എല്ലാവരുടെയും പെർഫോമൻസ് നന്നായിരുന്നു. ഇത് ആശ്വസിപ്പിക്കലല്ല, ഭംഗിവാക്കല്ല, നമ്മുടെ മനസ്സിൽ തട്ടി പറയാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു. 2 ടീംസും ദീപു നാവായിക്കുളം ആൻഡ് ടീം വരൂ, ഫ്രണ്ട് ആൻഡ് മനോജ് വലഞ്ചുഴി ആൻഡ് ടീം. ഇതിൽ ആർക്ക് കിട്ടിയാലും നിങ്ങൾ പരസ്പരം കൺഗ്രാച്ചുലേറ്റ് ചെയ്യും. ശരിയല്ലേ? നിങ്ങൾ കൺഗ്രാറ്റുലേറ്റ് ചെയ്യില്ലേ? അതിൻ്റെ സ്പിരിറ്റിലെടുക്കുക. കാരണം വെച്ചെന്നാൽ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും 3 ലക്ഷത്തിൻ്റെ സമ്മാനം അന്ന്, അതിനുശേഷം ഒരു മത്സരത്തിനുള്ള ഒരു സംഭവമാണ്. സോ ഇനിയും ഞാൻ ടെൻഷൻ ബിൽഡപ്പ് ചെയ്യുന്നില്ല. വളരെ നാരോ ഡിഫറൻസ്, നേരിയ വ്യത്യാസത്തിൽ the prize amount of 4 lakhs goes to സ്വാമി. once again Onam bumper prize of 4 lakhs goes to Manoj Valanchudi and team. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഓണം ബമ്പറിന്റെ ഡയമണ്ട് പഞ്ച് 4 ലക്ഷം രൂപ. മനോജ് വലഞ്ചുഴി ആൻഡ് ടീം. ഓക്കേ, 2 വാക്ക് ദീപു നാവായിക്കുളം. വളരെ സന്തോഷമുണ്ട്. പിന്നെ ഈ പ്രൈസ് കിട്ടിയത് നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾക്കാണ്. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്രയും ടീമിനോടൊപ്പം നമ്മൾ വന്നതും ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാ ടീമിനോടും എല്ലാ സഹോദരങ്ങളോടും ഒന്നേ പറയാനുള്ളൂ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം. താങ്ക് യു. ഓക്കെ, വിന്നേഴ്സ് മനോജ് വലഞ്ചുഴി പ്ലീസ് പറഞ്ഞോളൂ. വളരെ സന്തോഷമുണ്ട്. ഈ ഓണവേളയിൽ ഞങ്ങൾ ഒരുപാടെന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും ഞങ്ങളെല്ലാവരും നല്ലതായിട്ട് പ്രാക്ടീസ് ചെയ്ത് നല്ല നല്ല സ്കിറ്റുകളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇതിൽ ഫസ്റ്റ് കിട്ടുമെന്നോ അല്ലെങ്കിൽ സെക്കൻഡ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലല്ല. വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ ഐറ്റം വേറെ ഈ ഓണാഘോഷം വളരെ ഭംഗിയായിട്ട് നടത്തുക എന്നുള്ളൊരു ചുമതല മാത്രമാണ് ഞങ്ങൾ 6 പേരും ഏറ്റെടുത്തത്. അതിൽ വിജയിച്ചതിൽ ഞങ്ങൾക്ക് സമ്മാനം കിട്ടിയതിൽ വളരെ വളരെ നന്ദി പറയുകയാണ്. രാജിമോൻ, എന്താ പറയുക, ഒരുപാട് സന്തോഷം. മനോട്ടൻ്റെ കൂടെ വേദിയിൽ ഇങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ശംഭു, ഇപ്പൊ നമുക്ക് കിട്ടിയാലും മറ്റുള്ളവർക്ക് കിട്ടിയാലും ഒരുപോലെയാണെന്ന് അത് ഞാൻ വിശ്വസിക്കുന്നു. അതെയാണ്. അല്ലല്ല, വേറെ ഒന്നല്ല. ഇവിടെ ഇപ്പൊ നമ്മൾ ഡെയിലി ഇങ്ങനെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കില്ല. സാമ്പത്തികം എന്നുള്ള രീതിയിൽ അതൊരു ഇതല്ല. ഇപ്പൊ നമുക്ക് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഓക്കെ, അനീഷ്. സന്തോഷമുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് മനോജേട്ടനോട് സ്കിറ്റ് ചെയ്യുന്നത്. എന്നാലും സന്തോഷമുണ്ട്. ഗുരുക്കന്മാർക്ക് നന്ദി, പഠിപ്പിച്ചവർക്ക് നന്ദി, കൂട്ടുകാർക്ക് നന്ദി, ബന്ധുക്കൾക്ക് നന്ദി. അജേഷ്, എല്ലാവരും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഹെൽപ്പ് ചെയ്തിട്ട്, എല്ലാ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പരസ്പരം ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഫ്ലോറിൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും ഒരു വിജയമായിട്ട് ഞാൻ കരുതുന്നു. സുമി,
ജഗദീഷ് ചേട്ടാ, ആദ്യം തന്നെ നല്ലൊരു പെർഫോമൻസ്, അത് ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ തീരുമാനിച്ചത്. പക്ഷേ എന്തോ ഈ പറഞ്ഞ മാതിരി ചില കാസ്റ്റിംഗ് ടൈമിങ് ആ ഒരു വ്യത്യാസത്തിൽ മാറിപ്പോയതാണ്. നമ്മൾ റൂം ഷെയർ ചെയ്യുന്നവരായാലും ഈ ഞാനും സൂര്യയൊക്കെയാണ് അപ്പോൾ പറഞ്ഞതാണ്, സുമി നമ്മൾ മത്സരത്തിൽ 1ാം സമ്മാനം മേടിക്കുന്നതിലല്ല, ഓണത്തിന് നമ്മുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ഐറ്റം, അവർക്കൊരു അതാണ് സ്പിരിറ്റ്. ഇപ്പം ഓണസമ്മാനമായിട്ട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, മുകേഷ് തമാശക്കെങ്കിലും പറഞ്ഞു അങ്ങനെ മറ്റുള്ള ടീമിന് കിട്ടേണ്ട, ആർക്ക് വേണോ കിട്ടിക്കോട്ടെ എന്ന് ആഗ്രഹം തോന്നില്ലെന്ന് മുകേഷ് തമാശയ്ക്ക് പറഞ്ഞെങ്കിൽ പോലും നിങ്ങളുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. കാരണം നിങ്ങളുടെ സ്പിരിറ്റ്, ഞാൻ ഇതേപോലുള്ള റിയാലിറ്റി കോമഡി ഷോ ഒരുപാട് ജഡ്ജ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കാത്തു സൂക്ഷിക്കുന്നത് എനിക്ക് വ്യക്തിപരമായി നന്നായിട്ട് അറിയാം. അത് ആർക്ക് കിട്ടിയാലും സന്തോഷമാണ്. ആ സന്തോഷം തന്നെ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്യും. പക്ഷെ അടുത്തവണ വാശിക്ക് വിട്ടുകൊടുക്കരുത്. നിങ്ങൾ സമ്മാനം കൊണ്ടുപോകണം. ഏത് ടീമായിരുന്നാലും നിങ്ങൾ കൊണ്ടുപോകണം. ദീപു ആ ടീം ഉഗ്ര ആർട്ടിസ്റ്റുകളായിരിക്കും. മായ ഇവരുടെ പെർഫോമൻസ് ഇവിടുത്തെ തന്നെ പ്രോഗ്രാമിനും ഓരോ ചാനലിൽ കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോവും. പക്ഷെ 1 മാർക്കും 1/2 മാർക്കിന്റെ വ്യത്യാസമാണ് മണിക്കൂട്ടോ. എല്ലാവരും ആ വ്യത്യാസത്തിലാണ്. ഇപ്പം നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ ചെറിയ ലാഗ്, ഇതെന്താ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നു നമ്മൾ അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ഫൈനൽ എഡിറ്റിന് ശേഷം വരുമ്പം എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരിക്കും. പ്രേക്ഷകരിലെ ചിലരെങ്കിലും പറയും, അയ്യോ അത് 2 പേർക്കായിട്ട് ഷെയർ ചെയ്യാമായിരുന്നു ഈ സമ്മാനം എന്ന് പറയാൻ വരെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഏകാഭിപ്രായത്തിലെത്തി ഒരു ടീമിന് കൊടുക്കണം, അത് ഷെയർ ചെയ്ത് കൊടുക്കണ്ട എന്ന തീരുമാനത്തിലാണ് നമ്മൾ. ന്യായമായ തീരുമാനത്തിലാണ് എത്തിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫസ്റ്റ് റണ്ണറപ്പിന് നമ്മുടെ മൊമെന്റ് ഉണ്ട്. ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ ഓണം ബമ്പറിന്റെ ഫസ്റ്റ് റണ്ണറപ്പ് ടീമാണ്. ഇനി വിന്നേഴ്സിനുള്ള സമ്മാനമാണ് ക്യാഷ് പ്രൈസ് പ്ലസ് സർട്ടിഫിക്കറ്റ്സ്. പ്ലീസ് അജയനും മുകേഷും ഉർവശിയും ചേർന്ന് നൽകുന്നതാണ്. പ്ലീസ്, ക്യാഷ് പ്രൈസ് ഓഫ് 4 lakhs goes to Manoj Valanchudi and team. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ഓണം ബമ്പർ 4 ലക്ഷത്തിന്റെ ഡയമണ്ട് ബക്സ് മനോജ് വാലഞ്ചുടി ടീം. ഈ ഒരു അവസരത്തിൽ നമ്മുടെ എല്ലാ ഗ്രൂമേഴ്സിനും ഒരു സ്പെഷ്യൽ കൈയടി അർഹിക്കുന്നുണ്ട്. അങ്ങനെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങൾ ഇവിടെ പരസ്പരം പോരടിച്ചു. ഏറ്റവും നല്ല അപ്പോൾ മുകേഷും ജഗദീഷും ഉർവശിയും എന്ന് പറയുമ്പോൾ ഈ ടീം സിനിമയിൽ വന്ന് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടീം പരസ്പരം ഈ മഹാദേവനും അപ്പുക്കുട്ടനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പാര വയ്ക്കുന്ന പോലെ എന്നെ മണ്ടനായി മുദ്രകുത്തി പലപ്പോഴും മഹാദേവൻ എന്നെ സ്ക്രീനിൽ അപമാനിച്ചിട്ടുണ്ടെങ്കിലും റിയൽ ലൈഫിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് അത് വേറെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. അതിനപ്പുറം ആ കഴിവിനെ പരസ്പരം ഞങ്ങൾ അംഗീകരിക്കും. അജയൻ്റെ കാര്യമായിരുന്നാലും മണിക്കുട്ടിൻ്റെ കാര്യമായിരുന്നാലും നസീറിൻ്റെ കാര്യമായിരുന്നാലും എല്ലാവരും തന്നെ നമ്മളിവിടെ ഒരു കുടുംബത്തെ പോലെയാണ് ഞങ്ങളിന്ന് ഇത്രയും നേരം ഇവിടെ ചെലവഴിച്ചത്. അതുകൊണ്ട് സമയം പോയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞിട്ടേയില്ല. ഇതിൽ അലിഞ്ഞ് ചേരുകയായിരുന്നു ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ജീവിതത്തിൽ അവിസ്മരണീയമായ കുറേ നിമിഷങ്ങൾ സമ്മാനിച്ച ഈ പ്രോഗ്രാമിൻ്റെ പേരാണ് ഇത് ഐറ്റം വേറെ. അപ്പോൾ അങ്ങനെ ഐറ്റം വേറെയിൽ നല്ല സ്കിറ്റുകൾ രസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു ടീമിൻ്റെ ആവേശോജ്വലമായ പ്രകടനങ്ങൾ, അതിൻ്റെ കൂടെ പ്രേക്ഷക പിന്തുണ കൂടെയാകുമ്പോൾ ഒരു കലാസമൂഹത്തെ വാർത്തെടുക്കാൻ ഫ്ലവേഴ്സ് TV നൽകുന്ന അല്ലെങ്കിൽ നടത്തുന്ന ശ്രമങ്ങളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഓണം രസിക്കുക, കളിക്കുക, തമാശ പറയുക, ചിരിപ്പിക്കുക, ഉല്ലസിക്കുക, എന്ത് വേണോ ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങ് മതി പറഞ്ഞ് അങ്ങ് ആസ്വദിക്കുക, അത്ര തന്നെ. അതാണ് ഇത് ഐറ്റം വേറെ. എത്ര നേരമായിട്ട് ഇത് ലാസ്റ്റ് ആയിരിക്കും തീരത്തില്ലയോ ഇത്? ഇത് ഐറ്റം വേറെ വന്നിട്ട് ഓണം ബമ്പർ ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് മുകേഷ് ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മുകേഷിന്റെ? വളരെ വളരെ എൻജോയബിൾ ആയിരുന്നു. എല്ലാവരും നല്ല ഈ സ്കിറ്റ് മാത്രമല്ല എല്ലാ പരിപാടിയും അതിഗംഭീരമായിരുന്നു. ഞങ്ങളവിടെ ഇരുന്നിട്ട് ശരിക്കും പറഞ്ഞാൽ സമയം പോയത് അറിഞ്ഞില്ല. ഇത്രയും സമയമായോ എന്നിപ്പോഴാണ് തോന്നുന്നത്. അത്രമാത്രം റിഹേഴ്സ്ഡ് ആയിരുന്നു, വെൽ റിഹേഴ്സ്ഡ്. അപ്പം ഓണത്തിനോട് ചേർത്ത് വെക്കുന്ന ഒരു പരിപാടിയായി മാറുന്നു ഇത് ഐറ്റം വേറെ. താങ്ക് യു മുകേഷ് ചേട്ടാ. ചേച്ചി, എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ആൾക്കാരാണ് അറിയാവുന്നവരായി നിൽക്കുന്നവരെല്ലാവരും. അപ്പം അതുകൊണ്ടാണ്
ഒരു നല്ല ഒരു ചിരി കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്തൊരു ചെറിയ ഗ്യാപ്പ് വന്നാൽ പോലും എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി വന്ന് ഇവരുടെ കൂടെ ഒന്ന് പെർഫോം ചെയ്യണമെന്ന് എനിക്ക് തോന്നിപ്പോവും. മുകേഷ് ചേട്ടൻ ഞാൻ ഓരോ തവണ ഈ ബാക്ക്ഗ്രൗണ്ട് മാറുന്നു നോക്കും. ഒരു വാഴത്തോട്ടവും അവിടുത്തെ ഒരു മഴക്കാറും കണ്ടപ്പോൾ ഒറിജിനലാണെന്ന് തോന്നിപ്പോയി. ഫോട്ടോഗ്രാഫറും അതിലെ പെണ്ണും കൂടെ പോകുന്ന കല്യാണം കഴിഞ്ഞൊരു പെണ്ണും കൂടെ പോകുമല്ലോ, ഒറിജിനൽ ലൊക്കേഷനാണെന്ന് തോന്നി. എല്ലാം എനിക്ക് ഇത്തവണത്തെ ഓണം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം തീർച്ചയായിട്ടും ഇവരോടൊക്കെ ഒപ്പമുള്ള ആൾക്കാരാണ്. കാരണം ഒരിക്കലും ഇൻസ്റ്റൻ്റായിട്ട് ഇതുപോലെ പടപടയെന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്ത് എനിക്ക് ശീലമില്ല. എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്ക് ഏറെ മാനസികമായിട്ട് അടുപ്പമുള്ള കണ്ടസ്റ്റൻസ് ആണ് എല്ലാവരും തന്നെ. നിങ്ങളോടുള്ള എൻ്റെ സ്നേഹം ഞാൻ പ്രകടിപ്പിക്കുന്നു ഒരു പാട്ടിലൂടെ. റെഡി? Japan, love in Tokyo. Japan, love in Tokyo. ले गए दिल गुड़िया जापान की, ले गए दिल गुड़िया जापान की. पागल मुझे कर दिया, पागल मुझे कर दिया. Japan, love in Tokyo. Japan. ये तो शहर मस्ताना, जिसका अंदाज मस्ताना, देता है प्यार का पैमाना, करता है सबको दीवाना. ये तो शहर मस्ताना, जिसका अंदाज मस्ताना, देता है प्यार का पैमाना, करता है सबको दीवाना. ले गई दिल गुड़िया जापान की, ले गई दिल गुड़िया जापान की. पागल मुझे कर दिया, पागल मुझे कर दिया.